പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസാന്ത്വനം ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ധ്യയായി, ഉഷസ്സായി, 38-ാം ദിവസം. യോനാ പ്രവാചകന്റെ ഗ്രന്ഥം 2-ാം അധ്യായം 2, 6 മുതൽ 7, 9 തിരുവചനങ്ങൾ. എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് എനിക്കുത്തരമരുളി. പാതാളത്തിൻ്റെ ഉദരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് എൻ്റെ നിലവിളി കേട്ടു. പർവ്വതങ്ങൾ വേരുപാകിയിരിക്കുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നു. അതിൻ്റെ ഓടാമ്പലുകൾ എന്നെ എന്നേക്കുമായി അടച്ചുപൂട്ടി. എങ്കിലും എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങ് എൻ്റെ ജീവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തു. എൻ്റെ ജീവൻ മരവിച്ചപ്പോൾ ഞാൻ കർത്താവിനെ ഓർത്തു. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ, അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെത്തി. എന്നാൽ ഞാൻ കൃതജ്ഞതാസ്തോത്രങ്ങൾ ആലപിച്ച് അങ്ങേക്ക് ബലി അർപ്പിക്കും. ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. കർത്താവിൽ നിന്നാണ് രക്ഷ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹിതരെ, ഒരു വലിയ പ്രതിസന്ധിയിൽപ്പെട്ട യോനാ പ്രവാചകൻ ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന യോനായുടെ പ്രാർത്ഥനയാണ് ഈ തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത്. യോനായുടെ ഈ പ്രാർത്ഥനയിൽ യോന കടന്നുപോയ സങ്കീർണതകളെ യോന വിവരിക്കുന്നുണ്ട്. സമുദ്രത്തിൻ്റെ അടിത്തട്ടിലേക്ക് യോന ഇറങ്ങിച്ചെന്നു എന്ന് വചനത്തിൽ പറയുന്നു. എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് യോന വിചാരിച്ച നേരത്താണ് കർത്താവ് അവനെ പാതാളത്തിൽ നിന്ന് പൊക്കിയെടുത്തത്. ജീവൻ മരവിച്ചു എന്ന് വിചാരിച്ചപ്പോഴേക്കും കർത്താവ് അവനെ ഓർക്കുകയും അവൻ്റെ നിലവിളി ദൈവത്തിൻ്റെ കർണപുടങ്ങളിൽ എത്തുകയും ചെയ്തു. ഭൂമിയിലെ ഓരോ വിലാപങ്ങളും ദൈവം കേൾക്കാതെ പോവില്ല എന്ന് യോന നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ഓരോ നിലവിളികളും ദൈവം കുറിച്ചു വയ്ക്കും. നിന്റെ കണ്ണുനീര് ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, നിന്റെ അലച്ചിലുകൾ ഞാൻ എണ്ണിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ദൈവമായ കർത്താവാണ് യോനായെ സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന്, പാതാളത്തിൻ്റെ ആർത്തിയിൽ നിന്ന് പൊക്കിയെടുക്കുന്നത്. കർത്താവ് 1,24,000 പേര് വരുന്ന ഒരു ജനതയെ മോചിപ്പിക്കാൻ യോനായുടെ ശക്തമായ കരം കൊണ്ട് കർത്താവിന് കഴിഞ്ഞു. ദൈവത്തിൻ്റെ നിഘണ്ടുവിൽ അസാധ്യം എന്ന വാക്കില്ല. എന്തെന്നാൽ എല്ലാ സാധ്യതകളുടെയും ഉറവിടമാണ് ദൈവം. എല്ലാ സങ്കീർണതകളുടെയും മധ്യേ അവൻ നമ്മെ അനുഗ്രഹിക്കും. വിസ്മയങ്ങളുടെ ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മെ അനുഗ്രഹിക്കും. അവൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നമ്മെ മടിയിലിരുത്തി സ്നേഹലാളനങ്ങൾ പകർന്നു തന്ന് സാന്ത്വനത്തിൻ്റെ അഭിഷേകം ജീവിത മുറിവുകളിൽ ചാലിച്ചു പുരട്ടി അവൻ്റെ സ്നേഹം കൊണ്ട് അവൻ നമ്മെ അനുഗ്രഹിക്കും. ദൈവമായ കർത്താവിൻ്റെ സാന്ത്വനം യോന അനുഭവിച്ചതുപോലെ പരിപാലനയുടെ അഭിഷേകം നമുക്കും അനുഭവിക്കാം. അങ്ങനെ അനേകരുടെ മാനസാന്തരത്തിന് നമ്മുടെ ജീവിത മുറിവുകളിൽ പുരട്ടുന്ന ഈ സാന്ത്വനം ഉപകരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം തന്നെയായ ദൈവമേ, അതിജീവനത്തിൻ്റെ അഭിഷേകം തരണമേ. അങ്ങയുടെ സ്നേഹത്തണലിൽ ഞാൻ വിശ്രമിക്കട്ടെ. സ്നേഹസാന്ത്വനം എൻ്റെ ജീവിത മുറിവുകളിൽ ചാലിച്ചു പുരട്ടണമേ. എല്ലാറ്റിനും മതിയായവൻ അങ്ങാണെന്ന് ഓർത്തുകൊണ്ട് അങ്ങേ മുറുകെ പിടിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നിങ്ങളെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.